ഞങ്ങളെല്ലാവരും കൂടെ ഇന്നൊരു മാംഗോ ഫെസ്റ്റിവലിന് പോവുകയാണ്. അങ്ങനെയാണ് ഈ റെഡിയായി നിൽക്കുന്നത് പോകാൻ വേണ്ടിയിട്ട്. ഈ ആൾക്കാരും എല്ലാവരും റെഡിയായി കാലുമാട്ടിയൊരു ഇരിപ്പാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കാറിലായിരുന്നു പോരുന്നത്. ആൻറ്റിയും അങ്കിളും വനിതയും ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ മാംഗോ ഫെസ്റ്റിവലിനെത്തി. സത്യം പറഞ്ഞാൽ ഈ മാംഗോ ഫെസ്റ്റിവൽ എന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 2-3 ഇടത്തിൽ മാത്രം മാംഗോ, ബാക്കിയുള്ള സ്ഥലത്ത് പറയാതിരിക്കാൻ വയ്യ, ഒരു പ്രത്യേക ആകർഷണമെന്ന് തന്നെ പറയായിരുന്നു. ഫുൾ എൻ്റെ കൺട്രോൾ പോയി എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് കമ്മലുകളും മാലകളും ക്ലിപ്പും എന്തൊക്കെയാണോ, പിന്നെ കഴിക്കാനുള്ള വിഭവങ്ങളും എല്ലാം ആയിട്ടൊരു മേള തന്നെയായിരുന്നു. ഡ്രസ്സിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ഒന്ന് നോക്കി പറക്കി ഇങ്ങനെ ഈ വളരെ പല പല വെറൈറ്റി വളകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഈ ജീരക മിഠായികളും അങ്ങനത്തെയൊക്കെ ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ ഡ്രസ്സ്, കുർത്തീസ്, ഫ്രോക്ക്, ഇതെല്ലാം ഫുൾ ഐറ്റങ്ങളെല്ലാം മേളയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി ആയിട്ട് പാത്രങ്ങൾ, പലതരത്തിലുള്ള പാത്രങ്ങൾ എല്ലാം വാങ്ങിയില്ലെങ്കിലും എല്ലാം ഒന്നൊക്കെ എടുത്തൊക്കെ പറക്കി നോക്കി. ഇതും ഈ വെറൈറ്റി വളകളൊക്കെയാണ്. ഡ്രസ്സ് തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലായിടവും ഒന്ന് കയറി ഇറങ്ങി കുറച്ചൊക്കെ ഐറ്റങ്ങൾ വാങ്ങിച്ചു. ഈ കമ്മലൊക്കെ 20 രൂപയോ 50 രൂപയോ ഒക്കെയാണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള കമ്മലുകൾ. പല പല വെറൈറ്റി ഇതാണെങ്കിൽ മെറ്റലിൻ്റെ കമ്മലുകളും മാലകളുമാണ്. ഇതുപോലെ നെക്ലസ്സുകളും നമുക്ക് സാരിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അതൊരു 2 വാങ്ങി. പിന്നെ ഈ വെറൈറ്റി ആയിട്ടുള്ള കമ്മൽ, ഇത് മസാജറാണ്. അത് 2 പ്രാവശ്യം നമ്മൾ മസാജൊക്കെ ചെയ്ത് നോക്കിയിട്ട് തിരിച്ചങ്ങ് വെച്ചു. ഇത് വാങ്ങിയില്ല. പിന്നെ ഈ ഒരു ഫാന്, കുട്ടി ഫാന്, അത് അവൾക്ക് കളിക്കാൻ വാങ്ങി കൊടുത്തതാണെങ്കിൽ അത് നമ്മളെ തന്നെ വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അടുത്ത് ഞങ്ങൾ വന്നത് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പല പല വെറൈറ്റിയിലെ ജ്യൂസായിരുന്നു. മാംഗോ ജ്യൂസിൻ്റെ ഒന്ന്, പിന്നെ ഗോവയ്ക്ക ഒന്ന്, പേരയ്ക്കയുടെ ജ്യൂസ് ഒന്ന്, അങ്ങനെ പല പല ഈ മടുക്കയില വെച്ചിരുന്ന കുടത്തിൽ ഭയങ്കര തണുത്ത ജ്യൂസായിരുന്നു. നല്ല ഈ ഒരു ഗ്ലാസ് നല്ല ഒരു തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാംഗോ ജ്യൂസൊക്കെ വാങ്ങി ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ ഗ്ലാസും കൂടെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ്സിനെയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അടുത്തതാ കുറച്ച് ഈ ഒരു കളിപ്പാട്ടത്തിലേക്ക് ഇതൊരു മസാല ദോശ. മസാല ദോശ എന്ന് പറയുമ്പോൾ മാംഗോ മസാല ദോശയാണ്. അപ്പോൾ ഇതും ഒന്ന് വാങ്ങി നോക്കി. പക്ഷേ അട്ട ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. അതിൽ മാംഗോയുടെ ഒരു ഇതും ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു കാറിൻ്റെ കളിയാണ്. അവസാനം ലാസ്റ്റ് കളിച്ച് ഈ ഒരു കാറ് കൊണ്ടുപോകണമെന്നുള്ള മട്ടിലായി. അതിനാണ് ഭയങ്കര വാശിയായിരുന്നു അവൾക്ക്. കുട്ടികൾക്ക് കളിക്കാൻ തന്നെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇലക്ട്രിക്, ഈ റിമോട്ടിൽ ഓടുന്ന കാറുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. അവസാനം ലാസ്റ്റ് എന്ത് കൊടുത്തിട്ടും അടങ്ങുന്നില്ല. അവസാനം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ കാറ് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് ഈ ഭയങ്കര കരച്ചിൽ. അയ്യോ, പിന്നെ നമ്മളെ മേളയൊക്കെ നിർത്തി നേരെ നമ്മൾ വീട്ടിലേക്ക് നേരെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളൊരു ഹോട്ടലല്ല, തലശ്ശേരിയിൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറിയതാണ്. ഒരു മലയാളി ഹോട്ടലാണ്. ഹോട്ടലല്ല, ടീ എല്ലാം കിട്ടും അവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി ചായയും എല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നു. അങ്ങനെ പിന്നെ കഴിക്കാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ 2-3 ഐറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞാനും ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. പഴംപൊരി ഉണ്ട്, നല്ല ഫസ്റ്റ് ക്ലാസ് പഴംപൊരി ആയിരുന്നു. നല്ല ടയേർഡായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി.